ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യാനുസരണമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലപ്പൊടിയും കൂടി കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച ഈസ്റ്റ് ഏണിൻ്റെ ചിക്കൻ ഒരു തട്ടുകട സ്റ്റൈലുള്ള ഒരു മസാലപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പം അതും കൂടി നമ്മൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കുകയാണെ. അതിടുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നീട് കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതെല്ലാം കൂടി മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോഴാണ് കുറഞ്ഞത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിലേക്ക് ചിക്കനിലേക്ക് പിടിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അങ്ങ് പൊരിച്ചെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ അങ്ങ് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളൊരു പാനൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഓയിലും കൂടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വറുത്തൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരുപാട് ചിക്കൻ അങ്ങ് പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും കറി. അപ്പം നമ്മൾ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സൈഡൊന്ന് ഒരുപാട് നമ്മളങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മാത്രം മതിയാകും കേട്ടോ. അങ്ങനെ ആ ഒരു സൈഡെല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു സൈഡും കൂടി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിതങ്ങ് എടുക്കാം. അങ്ങനെ ഞാനൊരു 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡും കൂടി ഒന്ന് സെറ്റായി വന്നപ്പം നമ്മളെല്ലാതും ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നീട് രണ്ടാമതൊരു സെറ്റും കൂടി ഞാനങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നമ്മൾ ഒന്ന് പൊരിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഇതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു സെയിം ഓയിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെയിം ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഓൾറെഡി എല്ലാ മസാലകളുടെ ആ ഒരു ഫ്ലേവർ ആ ഓയിലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സെയിം ഓയിലിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഉള്ളി, ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തു. ശേഷം ക്യാപ്സിക്കം, പിന്നീട് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാതും ഒന്നിട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടപ്പൊക്കെ ഒന്ന് ഇട്ടു. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ചെറിയ രീതിയിലൊന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ഇപ്പോഴാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി തുറന്ന് വെച്ച് തന്നെ നമ്മൾ ഇനി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് വാടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി നമ്മളിതിലേക്ക് പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എരിവിന് ആവശ്യാനുസരണമുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 1.5 സ്പൂണോളം അളവിലുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ മസാലയും കുറച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് കറി മസാലപ്പൊടിയും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്നത് വരെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണവും കൂടി ഇനിയൊന്ന് മാറി വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച ആ ഒരു ചിക്കനും കൂടി നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാതും നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ചിക്കനിലും ഉപ്പുണ്ട്. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റുന്ന ആ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക.
അങ്ങനെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെല്ലാതും മൊത്തത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ഞാനൊന്ന് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പോഴേക്കും തന്നെ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമെന്ന്. അപ്പോൾ ഏകദേശം ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല കിടിലൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അരിപ്പത്തിരിയുടെ ഒക്കെ കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഓക്കേ.